بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وعليكم السلام. അപ്പോൾ കൽബിൽ കാരുണ്യം വേണമെന്നാണ് ഈ ഹദീസിൻ്റെ ഒട്ടാക സാരം. عن أبي هريرة رضي الله عنه قال قبل رسول الله صلى الله عليه وسلم الحسن بن علي رضي الله عنه. തങ്ങളെ പേരക്കുട്ടിയാണല്ലോ അത് ഹസൻ റളിയല്ലാഹുവിനെ തങ്ങൾ ചുംബിച്ച്. വമഅഹു അൽ അഖ്റഅ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അഖ്റഅ ചോദിക്കുന്നു, ഫഖാല അൽ അഖ്റഅ ഇന്നലി അശറത്തൻ ഔലാദ്, എനിക്ക് 10 മക്കളുണ്ട്. മാ കമ്പൽത്തു മിൻഹും അദാ, ഞാൻ ആരെയും ചുംബിച്ചിട്ടില്ല. ഫനളറ ഇലൈഹി റസൂലുൽ നബി സല്ലല്ലാഹു അലൈഹി നോക്കിയിട്ട് പറഞ്ഞു, ഫഖാല മല്ലാ യർഹമു ലാ യുർഹമു, കാരുണ്യം കാട്ടാത്താക്ക് കാരണം കിട്ടൂല. ഇലാഖിൽ ഹദീസ്. وعن عائشة رضي الله عنها أن النبي صلى الله عليه وسلم أتي بصبي فقبله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, ചെറിയ കുട്ടിയെ തങ്ങൾ ചുംബിച്ചു. വക്കാല എന്നപ്പുറം ഇന്നമ്മ അമാ ഇന്നഹും മബ്ഖലത്തും മുജ്ബനത്തുൻ വൈന്നഹും മിൻ റൈഹാനില്ല എന്ന് പറഞ്ഞു. കണ്ടില്ല? മബ്ഖലത്തെന്ന് പറഞ്ഞാൽ നേരെ വാക്കിൻ്റെ അർത്ഥം ബഹിത്തരം കാട്ടുന്നതാണ്. അതായത് ഒരു ചുംബനം കൊടുക്കാത്തക്ക് പിശുക്ക്. അത് അള്ളാഹുവിൻ്റെ റൈഹാനിപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കുട്ടികളെ പറ്റി. എന്താ റൈഹാന്? അതാ കൗലുഹു റൈഹാനുള്ള റസഖഹുല്ലാഹു തആല, അള്ളാഹു തന്ന ഒരു വരം, ഔദാര്യമാണത്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ്, ജനങ്ങളോട് റഹ്മത്ത് ഇല്ലാത്ത ആളുകളെ എന്താക്കൂല, അള്ളാഹു തആല റഹ്മത്ത് കിട്ടൂല എന്ന് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അനവ കാഫിരുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്ന ആളും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞു. എന്താ ഇപ്രകാരം? വാഷാറ ബി ഇസ്ബഅഹി, 2 വിരൽ കൊണ്ട് ഇശാറത്ത് കൊടുത്തു. അതായത് ഇത്രമാത്രം അടുത്തിട്ടുണ്ട്. ഈ വിരലും അടുത്തതുപോലെയാണ് നത്തം. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുൽ ജന്നത്തി സലാസത്തുൻ, സ്വർഗത്തിൻ്റെ ആളുകൾ 3. ഒന്ന് ദൂ സുൽത്താനും മുഖസിദ് മുത്തസദ്ദിഖ് മുവഫഖ്, അധികാരമുള്ളൊരാൾ, അയാൾ നീതി പുലർത്തുന്നു, സദക്ക കൊടുക്കുന്നു, വലിയ തൗഫീഖുള്ള ആൾ. 2 വറജുലുൻ റഹീമുൻ, കാരുണ്യമുള്ള ഒരു മനുഷ്യൻ. ഇതാണ് 2ാമത്തെ ആൾ. റഖീഖുൽ ഖൽബി, ഹൃദയം നല്ല പദമുള്ള ആൾ. ലിക്കുല്ലി ദീ ഖുർബാ വ മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങളോടും അടുത്ത ബന്ധുക്കളോടും നല്ല കാരുണ്യമുള്ള കൽബിൻ്റെ ഉടമ. വ അഫീഫുൻ മുതഅഫിഫുൻ ദൂ ഇയാൽ, ഒരുപാട് സാമ്പത്തിക ബാധ്യതയുള്ള ഒരാളാണ്. അതാ ദൂ ഇയാൽ. വഅലൈക്കും ദൂ ഇയാലി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം മറ്റുള്ള ആളോടൊന്നും പറയാതെയും ആളറിയിക്കാതെയും കൊണ്ട് എന്താക്കുക, അഭിമാനം അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഒപ്പിക്കുന്നു. ഇങ്ങനെ 3 കൂട്ടരാണ് സ്വർഗത്തിൻ്റെ അവകാശികൾ. ലാ തുൻസഉർ റഹ്മത്ത് ഇല്ലാ മിൻ ഷഖിയ്യിൻ, കൽബിൽ നിന്നുള്ള റഹ്മത്ത് ഊരപ്പെട്ടൂല ഷഖിയ്യായ മനുഷ്യൻ്റെ പക്കൽ നിന്നല്ലാതെ. ഇനി മിഞ്ഞാന്ന് ശൈഖ് പറഞ്ഞ ഹദീസതാ. ഖാല സല്ലല്ലാഹു അലൈഹി അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഇവിടെ പ്രസിദ്ധമായ ഹദീസാണല്ലത്. ഞാനും സാറിനൊക്കെ പോയപ്പോൾ പറഞ്ഞില്ലേ, അതാ മറ്റുള്ളവരോട് റഹ്മത്ത് കാട്ടുന്ന ആളുകൾക്ക് റഹ്മാനായ അള്ളാഹു എന്താക്കും, റഹ്മത്ത് ചെയ്യും. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാട്ടണം. എന്നാൽ ആകാശത്തിലുള്ളവൻ എന്നാണ് അള്ളാഹ്ക്ക് ആകാശം ഒരു മക്കാനായിട്ട് പറഞ്ഞതല്ല. അതാണ് ആ സമാനത്വം ഉന്നതീന്ന അർത്ഥം. ഒരു സ്ഥലത്തിനും പറയും സമാ എന്ന്. അതുപോലെ ഉന്നതിയിലുള്ളവൻ, അതായത് സൃഷ്ടികളുടെ ഹവാദിസിൻ്റെ എല്ലാ നഖസുകളെ തൊട്ടും ഉലൂഹിയത്തിന് നിരക്കാത്ത എല്ലാ സിഫാത്തുകളെ തൊട്ടും ഉന്നതമായ മാനവീയായ ഉന്നതിയുണ്ടല്ലോ, ആ ഉന്നതിയിലുള്ളവൻ എന്ന് വെച്ചാൽ അള്ളാഹു.
അത് ഈ ഇപ്പുറം അറുന്ന് പറഞ്ഞതുകൊണ്ട് അപ്പുറം അതിനാ എന്താ മുക്കാബലത്ത് എന്ന് പറയും. ആകാശം പറയുമ്പോൾ ഭൂമി പറയുക, അതുപോലെ രാത്രി പറയുമ്പോൾ പകൽ പറയുക, ഒരു മുനാസബത്തുണ്ടല്ലോ, അതാണ്. അത് തീർന്നു. ഇനി നമ്മളെ വിഷയത്തിലേക്ക് കിടക്കാം. അത് തീർന്നു. ഖൈറു ബൈത്തിൻ മിനൽ ഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലുള്ള ഏറ്റവും ഖൈറുള്ള വീട് ഏതാണ്? ബൈത്തുൻ ഫീഹി യതീമുൻ യുഹ്സനു ഇലൈഹി, ആ വീട്ടിലൊരു യതീമുണ്ട്, ആ യതീമിനെല്ലാവരും ഇഹ്സാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ യതീമിന് സംരക്ഷണം കൊടുക്കുന്ന വീടാണ് ഖൈറു ബൈത്ത്. വശർറു ബൈത്തിൻ ഫിൽ മുസ്ലിമീനോ ബൈത്തുൻ ഫീഹി യതീമുണ്ട് യുസാഉ ഇലൈഹി, അവനോടെന്താക്കുന്ന ബുദ്ധിമുട്ടാക്കുന്ന പെരുമാറ്റങ്ങളാണ്. പിന്നെ മൻ ആവാ യതീമൻ ഇലാ തആമിഹി വ ശറാബിഹി, ഒരാൾ ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ഒരു യതീമിനെ കൂട്ടിപ്പിടിച്ചു, എന്നാൽ ഔജബല്ലാഹു ലഹുൽ ജന്ന, അല്ലാഹു തആല അവന് സ്വർഗം വാജിബാക്കി എന്നാണ് പറഞ്ഞു അല്ലേ. അൽബത്ത ഇല്ല യമല ദമ്പൽ ലാ യുഗ്ഫറു, പൊറുക്കപ്പെടാത്ത ദോഷം ചെയ്തെങ്കിൽ ഒഴികെ. ഏതാ പൊറുക്കപ്പെടാത്ത ദോഷം? ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക, അതല്ല പൊറുക്കപ്പെടാത്ത ദോഷം. പിന്നെ മൻകാനത്ത് ലഹു ഉൻസ ഫലം യഇദ്ഹ, ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു, അതിനെ കുഴിച്ചു മൂടിയില്ല. ഇത് ജാഹിലിയക്കാലത്തുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ. വലം യുഹിൻഹ, അവളെ നിസ്സാരപ്പെടുത്തിയില്ല, അവഗണിക്കലും നിസ്സാരപ്പെടുത്തലും വേണം, ഒരു അവഗണന. വലം യുസർ വലദഹു അലൈഹ, അവൻ്റെ ആൺകുട്ടികളെ പെണ്ണിനേക്കാണ് മുൻതൂക്കം കൊടുത്തിട്ട് പക്ഷപാതം കാട്ടലുണ്ടല്ലോ. അതാ അല്ലെ വലതെന്ന് വെച്ചാൽ അവിടെ ആൺകുട്ടി. അദ്ഖലഹുല്ലാഹുൽ ജന്ന, എന്നാൽ അല്ലാഹു തആല അവനെ സ്വർഗത്തിൽ കടത്തു പോകുന്നു. അപ്പോൾ പെൺകുട്ടികളോട് അപകടന, ആൺകുട്ടികൾക്ക് മാത്രം സ്ഥാനം, അങ്ങനെ ചെയ്തിട്ടില്ല. ഇഖ്ലാസ് നമുക്ക് അത് വായിച്ചിട്ടില്ലല്ലോ, അത് മുമ്പത്തെയോ കെട്ടത്. എന്നതാണ് അമലുകൾ തള്ളിപ്പോകുന്ന അവസാനത്തിൽ ഇഖ്ലാസിൻ്റെ കുറവുകൊണ്ട് തള്ളിപ്പോകുന്ന സ്റ്റേജിലേക്കാണ് നമ്മൾ എത്തിയത്. വൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? തസ്ഫിയത്തുൽ അമാലി അൻ റുയത്തിൽ ഖൽഖി, ഏതൊരു അമലുകളും പടപ്പുകളുടെ ശ്രദ്ധയെ തൊട്ടിട്ട് ശുദ്ധിയാക്കലാണ്. പടപ്പുകൾ നോക്കുമ്പോൾ എന്താകും? എന്തെങ്കിലും ഗുണം പറയാനുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപം പറയാനുണ്ടാകും, അല്ലെങ്കിൽ ഇവനെപ്പറ്റി മതേ പറയും. പടപ്പുകൾ കാണേ വേണ്ട, അവിടെ നോട്ടേ വേണ്ട അല്ലേ. ആടും പശുവിൻ്റെ മാതിരി എന്ന് പറഞ്ഞാൽ ഫഖദ് റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല യഖൂലു അല്ലാഹു തആല പറയുന്നതായിട്ട്, അന അഗ്ന ശുറക്കാഇ അനി ശിർക്കി, പലേതിലും ശുറക്കാ ഉണ്ടാവുമല്ലോ, ശുറക്കാന്ന് വെച്ചാൽ പങ്കുകാർ, അതിൽ നിന്ന് ഏറ്റവും ഖനിയാണ് ഞാൻ ശിർക്കിനെ തൊട്ട്, എനിക്ക് ആരും വേണ്ട. അതുകൊണ്ട് ഫമൻ അമിലലി അമലൻ അശ്റക ഫീഹി ഗൈരി മഇ, ഒരാൾ എനിക്ക് ചെയ്യേണ്ടുന്ന ഒരു അമലെന്താക്കി മറ്റൊരാളെയും കൂടി പങ്കെടുപ്പിച്ച് കൊണ്ടിട്ട് ചെയ്താൽ ഫാന ബരി ഒമിന്, ഞാൻ അതിനകത്തോട്ട് ദൂരത്താണ്, എൻ്റെ അമലി എനിക്കത് വേണ്ടേ വേണ്ട, വാൻ അമലിഹി, അവൻ്റെ അമലിനെ തൊട്ടും ഞാൻ ദൂരത്താണ്. വലാ യസിഹു ലഹുൽ ഇഖ്ലാസു ഇല്ലാ ബിമഅരിഫതി മഖാദീരിൽ ഖൽഖി വളഫി, ഈ ഇഖ്ലാസ് സഹിയായി വരണമെങ്കിൽ ഈ പടപ്പുകൾ നമുക്ക് ഈ അമല് വകയിലൊന്നും നമുക്കും തിരുന്നുണ്ടാവില്ല എന്നാണ്. മദഹ് പറയുമെന്ന് ഇവൻ പ്രതീക്ഷിക്കുന്നതാണ്, ശരിക്കും പറഞ്ഞില്ലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വളയത്തിലുള്ള കാണും ഞാൻ ആരും മദഹ് പറഞ്ഞത് ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ആ ആളെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഓൻ കേൾക്കുന്നുണ്ട്, കേട്ടെങ്കിലല്ലേ ഓനിക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പടപ്പുകളെ മക്കാദീർ ഓറെ നിലപാടെന്താണ് എന്നറിയുക, അവർക്കുള്ള നുഴപ്പും അറിയുക. വഖില്ലത നഫ്ഇഹിം വലർജിഹിം, അവരെ കൊണ്ടുള്ള ഉപകാരവും കുറവാണ്, ഉപദ്രവവും കുറവാണ്. പിന്നെന്തിനാ ഇത്? കമാ വസഫഹുൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാം പറഞ്ഞു കണ്ടില്ലേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, ഉപ്പാനോട് പറഞ്ഞത് എന്തിനാണ് ആരാധിക്കുന്നത്? അത് കേൾക്കൂല, കാണുകയും ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു ഉപകാരത്തിന് എത്തൂല, പിന്നെന്തിനാണ് നീ കല്ലിനെ ആരാധിക്കുന്നത് ചോദിച്ചത്. ആ കല്ലിൻ്റെ സ്ഥാനത്തെ ജീവനുണ്ടെന്നേ ഉള്ളൂ ഇവിടെ. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യജിദു അഹദുക്കും ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കൂല, ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൻ ലിയഖ്തിയഹു, ഇവനിക്ക് അല്ലാഹു തആല കിട്ടാൻ കണക്കാക്കിയ സാധനം പഠിച്ചു പോകില്ല എന്ന് എന്താക്കുക യഖീനാക്കണം.
നിനക്കല്ല എന്തോ തരാനോ തരാതിരിക്കാനോ കണക്കാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ കണക്കിൽപ്പെട്ടത് നിന്നെ തൊട്ട് പിഴച്ചു പോവുകയേ ചെയ്യൂല, അത് വരിക തന്നെ ചെയ്യും. വമാ അഖ്തഅഹു ലം യകുൽ യുസീബഹു, അത് നിനക്കില്ലാത്തതാണെങ്കിൽ അത് കിട്ടൂല എന്ന് ഉറപ്പിച്ചേക്കുക. വഅലൈക്കും അസ്സലാം. ഇന്ന മിൻ ദുഅഫിൽ ഈമാനി അൻ തുർളിയൻ നാസ ബിസഖ്തില്ലാഹി തആല. ഈമാനിൻ്റെ ബലഹീനതയാണിത്, ജനങ്ങളെ പൊരുത്തപ്പെടുത്താൻ അള്ളാഹ് ദേഷ്യം പിടിച്ചാൽ തർക്കമില്ല. അപ്പോൾ പള്ളിയിലെ പേശിമാമികൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറേത്. മഹല്ലത്താറേയും നാട്ടുകാരെയും നല്ല സംതൃപ്തരാക്കിയിട്ടില്ലെങ്കിൽ ആളാ കൂടുതൽ നിൽക്കാനും കഴിയൂല. അത് അള്ളാഹ് ദേഷ്യം പിടിച്ചാൽ നിരക്കില്ല. വാൻ തഹമ്മദഹും അലാ റിസ്ഖില്ലാഹി തആല, അള്ളാഹു തന്ന റിസ്ഖിന് വേണ്ടിയിട്ട് അവരെ മദ്ഹ് ചെയ്യുക. ഇവനിക്ക് ജനങ്ങൾ റിസ്ഖ് എന്ന് പറഞ്ഞാൽ ആകാശമെന്ന് ബിഗരല്ലല്ലോ, വേറെ ആൾ വാസ്യത്തിൽ കൂടെ ഇല്ല വരുത്ത്. അത് അള്ളാഹു തആല കൊടുക്കാൻ വേണ്ടി ഓനെ കണക്കാക്കി എന്നല്ലാതെ കണ്ട് അപ്പോൾ ഓനിക്ക് എന്തെങ്കിലും ഒരു ദ്വായം ചെയ്തിട്ട് വിടാന്നല്ലാതെ കണ്ടമാനം സ്തുതിക്കലുണ്ടാ? അതാ വാൻ തതുമ്മഹും അലാമാലം യൂത്തിക്കല്ല, അല്ല എനിക്ക് തരാത്തതിന് ജനങ്ങളെ വിമർശിക്കുക. എനിക്കെന്തൊന്നും കിട്ടാത്ത, ഓറെന്തൊന്നും തരാത്ത, അല്ല എനിക്ക് കണക്കാക്കിയിട്ടുണ്ടാവില്ല. ഇന്ന റിസ്ഖല്ലാഹി ലാ യജുറുഹു ഹിർസു ഹരീസ്, അള്ളാഹു തആല കണക്കാക്കിയ റിസ്ഖ് ഒരാൾ ബെറി വെച്ച് അത്യാഗ്രഹം വെച്ചതുകൊണ്ട് അത് വരവൊന്നും ചെയ്യില്ല. വലാ യദ്ഫഉഹു കറാഹിയത്തു കാരിഹിൻ, ഒരാൾ വെറുക്കുന്നയാൾ വെറുത്തത് കൊണ്ടോ അത് തള്ളിപ്പോവുകയും ചെയ്യില്ല. ഇതൊക്കെയാണ് വേണ്ടത്. അത് തീർന്നില്ലേ? അല്ല വഇൻ യംസസ്കല്ലാഹു ബിളുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, എന്തെങ്കിലും ഒരു ദുർറ് കൊണ്ട്, ഒരു ഉപദ്രവപരമായ കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു തആല ഇങ്ങനെ തൊടുന്ന് മസ്ന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ ബാധിച്ചിട്ടൊന്നുമില്ല. എന്നാലും അത് ദൂരീകരിക്കണമെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അള്ളാഹുവിനല്ലാതെ അത് കാശിഫ് വേറെ ഇല്ലാന്ന്. ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോയാൽ കിട്ടുന്നില്ല. ഡോക്ടറെ അടുത്ത് കിട്ടണമെങ്കിൽ അള്ളാഹ് ലോകത്ത് കിട്ടാണ്ട് എങ്ങനെയാണ്? മെയിൻ സ്വിച്ച് കറണ്ട് ഇല്ലെങ്കിൽ ഈഴത്തിൽ അമർത്തിയാലും കത്തൂലല്ലോ. വൈൻ യുരിദ്ക ബി ഖൈരിൻ, ഇനി അള്ളാഹു തആല എന്തെങ്കിലും ഖൈറാണെന്ന് എനിക്ക് ഉദ്ദേശിച്ചതെങ്കിലോ ഫലാ റാദ്ദ ലി ഫളിഹി, അവൻ്റെ അനുഗ്രഹത്തിനെ തടയാനും ആളില്ല. ഓരോ എഴുത്തുകാതുകളാണ് പറഞ്ഞു വരുന്നത്. അതൊന്നും തീർന്നു തോന്നുന്നില്ല. ആഴ്ചക്കത്തില്ല മതി മത്തിലെടുക്കും ആദ്യം. ഇനിയോ അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞില്ലേ? നമുക്ക് പുതിയ ബാബാണ് ആദാബു സ്വഹബത്ത തുടങ്ങേണ്ട കിതാബ് തീർന്ന്. ഇനിയുണ്ടോ? ആ അത് എന്തിൻ്റെ ബാക്കിയാണത്? അല്ലാതെ ജനങ്ങളുടെ ഇടയിൽ പേരും പെരുമെടുക്കലും അവരുടെ ഇടയിൽ വലിയ പേരടിക്കുന്ന വിഷയങ്ങൾക്കാന്ന് പറയുന്നു. വമ്മ ഉലമാ ഉദ്ദുഞ്ഞ, ദുഞ്ഞാവിൻ്റെ ഉലമാക്കൾ ഫഇന്നഹും യത്തബിഊന ഗറായിബ തഫ്രീആതി ഫിൽ ഹുകൂമാതി വൽ അഖ്ലിയ്യ, അവർ എന്താക്കും, വളരെ അത്യപൂർവമായ ഫുറൂഇയായ മസാലകളുണ്ടല്ലോ കണ്ടെത്തും ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടോ വയുത്ഇബൂന ഫീ വലഇ സൂവരിൻ തൻഖലി ദുഹൂറു വലാ തഖഉ അബദ, എന്നിട്ടോ അതെവിടെ പ്രയോഗിക്കുക എന്നുള്ള ചില മിസാലുകൾ, ഓരോ സൂറത്തുകൾ കണ്ടെത്തും. അതാണെങ്കിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്നേ ഉണ്ടാവില്ല. പണ്ട് എം ടി ഉസ്താദ് പറഞ്ഞു, ദക്കർ ഉണക്കി പൊടിച്ചാൽ ഒന്നുമുറിയാണ്ട് നോക്കി വലിക്കുന്ന കൈഫിയത്ത് എങ്ങനെയും ചർച്ച ഉണ്ട്. എന്തിനെന്താക്കണം പോലെ പുറങ്കയിലേക്ക് തട്ടിയിട്ട് ഇങ്ങനെ പിടിക്കാൻ പോലും എന്നാൽ മുക്കി വലിച്ചാൽ എന്താവില്ല. അങ്ങനെ അവിടെ സംഭവിക്കലുണ്ടാവും. മേലിയത് മുമ്പ് കുറേ തമാശ പറയും. അതാ പറയുന്നത്, കാലം കഴിഞ്ഞാലും അത് വലാത്താക്കോ അബദ്ധം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകാനേ പോകുന്നില്ല. സാങ്കല്പികമായിട്ട് ഓരോ സൂറത്തുണ്ടാക്കി ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് വയും വക്കായത്ത്, ഇനി എവിടെയെങ്കിലും സംഭവിച്ച് എന്നാൽ താക്ക ഫൈനമാ താക്കോലി കൈരിയും ലാലഹ്, ഇവർക്കെല്ലാം വരുന്നത് എവിടെയോ ആയിരിക്കും. അതിനെന്തിന് ഇവനോടുന്ന് ചൂടാകുന്നു? വൈദാ വക്കായത്ത് കാനഫിൽ ഖായിമീന ബിഹാ കസറ, ഇനി അത് സംഭവിച്ചാൽ തന്നെ അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന ആളുകൾ വേറെ എത്രയോ ഉണ്ടല്ലോ. അതുകൊണ്ട് നിൻ്റെ ഉത്തരവാദപ്പെട്ട പണി മുടക്കിയിട്ട് ഇനെയാകുന്നു അല്ല. വയത്തുറുക്കൂന മാ യുലാസിമുഹും, ഇവർക്ക് അനിവാര്യമായ കാര്യം ഉപേക്ഷിക്കുകയാണ് ഇടുന്നത്.
വയതകററു അലൈഹിം ആനാഅ അൽ-ലൈലി വൻ-നഹാരി ഫീ ഖവാതിരിഹിം വവസാബിസിഹിം വഅമാലിഹിം. അവരുടെ മനസ്സിൽ വരുന്ന വസുബാസ്, മനസ്സിൽ വരുന്ന ഖാത്തിർ, അമലി, ഇതിലെല്ലാം രാവും പകലും ഉണ്ടായിത്തീരുന്ന കാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് കാണുന്നില്ല. വമാ അബ്അദ അനി സആദതി മൻ ബാഅ മുഹിമ്മ നഫ്സിഹി ലാസിമ ബി മുഹിമ്മി ഗൈരിഹി. എന്താ വിജയത്തിനൊത്തിട്ട് ഇത്ര അകറ്റിയ വസ്തു എന്തേ? ഒരാൾ മൻ ബാഅ മുഹിമ്മ നഫ്സിഹി, അവൻ്റെ നഫ്സിന് വളരെ പ്രാധാന്യപ്പെട്ട ഒരു കാര്യം ഒഴിവാക്കി. എന്തിനു വേണ്ടി? ബി മുഹിമ്മി ഗൈരിഹി, മറ്റുള്ള ആളെ ആവശ്യത്തിന് വേണ്ടി. അതന്നെ അന്നാതിരി എപ്പോഴും സംഭവിക്കും. ഈ സാറല്ലി തഖറുബി വൽ ഖബൂലി മിനൽ ഖൽഖി, പടപ്പുകളോട് തഖറുബ് കിട്ടണം, ഓരെടുക്കൽ പേരും പെരുമ ഉണ്ടാകേണ്ട ആവശ്യത്തിനാണ്. അലൽ ഖുർബി മിനല്ലാഹി തആല, അള്ളാഹിനെ കൊണ്ട് അടുക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ വശരിഹം ഫി അൻ യുസമ്മിയഹുൽ ബത്താലൂന മിൻ അബ്നാഇ ദുനിയ. അപ്പോൾ ശരിഹ് എന്ന് വെച്ചാൽ ആഗ്രഹിച്ചുകൊണ്ട്. എന്തിന്? ബത്താലിയങ്ങൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിലൊന്നും അറിയാത്ത വെറുതെ സമയം കൊള്ളുന്ന ദുന്യാവിൻ്റെ ആളുകളുണ്ടാവും. അവർ എന്താക്കും, കുറേ പുകഴ്ത്തിയിട്ട് നമ്മളെ മുലർക്കാന്ന് പറഞ്ഞാൽ ആരാന്നാ മനസ്സിലാക്കി. ഇനി പാതിലല്ലേ അങ്ങനത്തെ ഇവൻ പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അഭിപ്രായമുണ്ട്. ഇവൻ്റെ ഷിറും ജഹറെല്ലാം അറിഞ്ഞവരവർ. അതാ ഫാലിനൻ മുഹഖിഖൻ ആലിമൻ ബിത്ബഖായിക്, വളരെ നിഗൂഢമായ രഹസ്യമായ ഇൽമെല്ലുള്ള ആളാന്ന്, മുഹഖിഖാന്ന്, ഫാദിലാന്ന് ആര് പറയും? ഒന്നും അറിയാത്ത മണ്ണാങ്കട്ടകൾ പറയും. ഇതുകൊണ്ടിട്ട് ഊറ്റം കൊള്ളുക. വജസാഅൻ മിനല്ലാഹി അല്ലാ യൻതഫിഅ ഫിദ്ദുനിയാ ബിഖൗലിൽ ഖൽഖി, ബിഖബൂലിൽ ഖൽഖി. അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ വക്കന്ന് കിട്ടുന്ന എന്താണെന്നറിയോ? ജനങ്ങളിപ്പോൾ പറഞ്ഞാൽ ഇതേ നാവോട് നാളെ മാറ്റി പറയും. ഓർക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും വന്നാൽ മതി. അത് ഇപ്പം തന്നെ കാണാം. ഒരു കോളേജിൽ നിന്ന് വലിയൊരു മുലർക്ക രാജിവെച്ച് പോയിന്. ആദ്യം തലേന്ന് പറഞ്ഞാൽ എന്താണ്? അയാളിന്ന് കിതാബ് കലക്കി കുടിച്ചാണല്ലേ. സനദിൻ്റെ കുറ്റിയും പേരും ഇല്ലാണ്ടുള്ളത്. എന്തൊരു മുഹഖിഖാന്ന്. അയാളെന്താക്കി മെല്ലനെ ശമ്പളം കൊന്നിട്ട് രാജിവെച്ച് വേറെ സ്ഥലത്തേക്ക് അയാൾ പോയി കിട്ടി. നന്നായി. ഒരു ദിവസം കൊണ്ട് നിന്നെങ്കിൽ കോളേജ് നാറിപ്പോകുമായിരുന്നു. ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞത് ഇത്ര വലിയ മാറ്റം വന്നേ. അതെ അതെ അതെ. അപ്പോൾ അള്ളാഹിൻ്റെ പക്കന്ന് കൊടുക്കുന്ന പ്രതിഫലമാണ്. അതിന് എത്തിമാതി ചെയ്ത ഇന്ന് പറഞ്ഞ നാവ് മറ്റന്നാളെ തിരിച്ചു പറയും. ബൽ യതഖദ്ദറു അലൈഹി സഫബുഹു ബിനവായിബി സമാൻ, കാലഘട്ടത്തിൻ്റെ മറച്ചിലനുസരിച്ചിട്ടേ. സുമ്മ യരിദു യൗമൽ ഖിയാമത്തി മുഫ്ലിസൻ മുതഹസ്സിറൻ, പിന്നെ ഖിയാമത്ത് നാളിൽ വരുമ്പോഴോ കയ്യിലൊന്നുമില്ല, വളരെ ബേജാറ് പിടിച്ചവനായി. അലാമാ യുഷാഹിദുഹു മിൻ ദിബിഹിൽ ആമിലീൻ ഫൗസിൽ മുഖറബീൻ, മുഖറബീങ്ങളായ ആളുകൾക്ക് കിട്ടുന്ന പല കാര്യങ്ങളും അവർക്കുള്ള വിജയം കാണുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. വദാലിക്കൽ ഖുസ്റാനൽ മുബീൻ ഇഹ്യാൽ. അതുകൊണ്ട് എന്താകും? ജസാഹുല്ലാഹു അന്ന വാനിദ്ദീൻ അഫ്ദൽ ജസാ. അത് ഹസൻ ഇമാമിന് വേണ്ടി ദ്വാരുന്നത്. അവിടെ അല്ലേ? വഅലൽ ജുംല എന്ന് ചുരുക്കത്തിൽ പറയാ, ഫലാ യമീലു അക്സറുൽ ഖൽഖി ഇല്ലാ ഇലൽ അസ്ഹലി വൽ ഔഫഖി ലിതിബാഇഹിം. ഭൂരിപക്ഷം ആളുകളും അവർക്ക് എളുപ്പമായതും അവരെ അഭിരുചിക്ക് യോജിക്കുന്നതുമത്തിലേക്കേ ചായുള്ളൂ. കുറച്ച് പ്രയാസമുള്ളതെന്ന് കണ്ടാൽ നിങ്ങളെ വേണ്ടെന്ന് പറയും. ഇതിനേക്കാൾ വേറെ ഇറക്കുണ്ട്. അതന്നെ ഇപ്പം സാലിസാന്ന് പറഞ്ഞില്ലേ, ഫത്താവയിൽ എന്താന്ന്, കിതാബിലുള്ളത് എന്താണ്, മദ്ഹബിലുള്ളത് എന്താണ് എന്ന് ചോദിക്കൂല. ഞങ്ങളിങ്ങനെ നാക്കിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു വജുഹ് പറഞ്ഞൊരു കുറ്റബോധമില്ലാതിരിക്കാൻ. പലിശകളൊക്കെ ഉണ്ടാക്കി വെച്ച് പലതും ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനെന്തെങ്കിലും കുറ്റബോധമില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാല എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതാണ് ഇപ്പോഴുള്ള പരിപാടി. അപ്പം ജനങ്ങൾക്ക് ഓർ അഭിരുചിക്ക് വെക്കണം, അത് സ്വീകരിക്കും. കാരണം ഫൈനൽ ഹക്ക മുറുൻ, ഹക്ക് എന്നുള്ളത് കയ്പുള്ള സാധനമാണ്. വൽ വഖൂഫ് അലൈഹി സഅബുൻ, അതിലേക്ക് ചെന്നെത്തുക, അത് മുറുകെ പിടിക്കുക എന്നുള്ളതോ വളരെ പ്രയാസമേറിയ കാര്യവുമാണ്. വൈദ്റാഖുഹു ഷദീദുൻ വതുറുഖുഹു മുസ്തഅറത്തുൻ, അത് കണ്ടുപിടിക്കലാണെങ്കിലോ പ്രയാസമുണ്ട്, അതിലേക്കുള്ള വഴിയാണെങ്കിലോ ആഴമേറിയതുമാണ്, കുണ്ടും കുഴിയും. ലാ സിയ്യമ മാരിഫത്ത് സിഫാത്തിൽ ഖൽബി,
കൽബിനെ ബാധിക്കുന്ന സിഫാത്തുകൾ അറിവ് പ്രത്യേകിച്ചു ഓ തത്ഹീരി അനിൽ അഖ്ലാഖിൽ മദ്മൂമ, ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് അതിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗവും അതിനേക്കാണ് ഏറ്റവും പ്രയാസമാണ്. അതുകൊണ്ട് ഫഇന്നദാലിക നസ്ഉൽ ലിർറൂഹി അലദ്ദവാം, ശരീരത്തിൽ നിന്ന് റൂഹ് പിടിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ തോന്നും, അത്ര പ്രയാസമാണ്. വസാഹിബുഹു യൻസിലു മൻസിലത്തെ ഷാരിബിൽ ദവാഇ യസീറു അലാ മറാറത്തിഹി റജാ അശ്ശിഫാ. യസ്ബിറു, ഇതിൻ്റെ സാഹിബുണ്ടല്ലോ, ഇത് ദുഷിച്ച സ്വഭാവം ദൂരീകരിക്കാൻ വേണ്ടി മെനക്കെടുന്ന ഒരാൾ കയ്പേറിയ ഒരു മരുന്ന് കുടിക്കുന്നു. ചില മരുന്നുണ്ടാക്കും, മൂക്കിനും പറ്റൂല, വായിക്കും പറ്റൂല, ഭയങ്കര ദഹിക്കും. ഷർദ്ദരണം കഴിച്ചാൽ മതി. ഷർദ്ദരണം എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്, നാറ്റം പോലെ. അപ്പം മൂക്ക് ഒക്കെ പിടിച്ചോളണം. പിന്നെ കയ്പ് എന്നുള്ള ലോകത്ത് കയ്പുള്ള എല്ലാ സാധനം 5-6 സാധനം കുട്ടി ഉണ്ടാക്കിയതാണ്. അപ്പം വാസനയും പറ്റൂല, രുചിയും പറ്റൂല, ഒന്നും പറ്റൂല, കണ്ണും ചീമീറ്റം കുടിച്ചോളാം. എന്തിനാണത്? രജാ ഷിഫ, ഇതുകൊണ്ട് ഷിഫ കിട്ടട്ടെ എന്ന് വെച്ചിട്ട്. അതുപോലെയാണിത്. വയൻസില മൻസിലത്തെ മഞ്ചാല മുദ്ദത്തൽ നംരി സൗമഹു ഫഹു യക്കാസി ശദാഇദ ലിയകൂന ഫിത്റുഹു ഇൻദൽ മൗത്ത്. അതാ ഇനി മറ്റൊരു ഉദാഹരണമാണ് പറയുന്നത്. ദീർഘകാലം നോമ്പ് നോറ്റി അതിലെന്താക്കും, വിശപ്പും ദാഹവും പ്രയാസങ്ങളൊക്കെ സഹിക്കുന്നു. എന്തിന്? നമ്മൾ നോമ്പ് മുറിക്കൽ മൗത്തിൻ്റെ നേരത്തെ നോമ്പ് മുറിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ എത്ര പ്രയാസം സഹിച്ച്. വമത്ത തക്സുറു റഗ്ബത്തു ഫീ മിസ്ലി ഹാദ തരീഖ്, ഇത്തരത്തിലുള്ള തരീഖിൽ എപ്പോഴാണ് ആഗ്രഹിക്കുന്ന ആളുണ്ടാകൽ? മധുരമുള്ളത് കൊടുത്താൽ. അപ്പം അതുകൊണ്ടല്ലേ കഴിക്കുന്ന കഷായങ്ങളും മരുന്നിപ്പം മധുരത്തിൻ്റെ കാപ്സ്യൂളാക്കി മാറ്റിയില്ലേ? ഇത് സ്വീകരിക്കാൻ ആദ്യത്തെ ഉദാഹരണമാണ്. അതെ, മൗത്തിൻ്റെ നേരത്തിൽ ഇത് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതായത് ജീവിതകാലം മുഴുവൻ നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് എത്ര പ്രയാസമുണ്ട്. ഇന്നതുപോലെ എന്താക്കണോ, ഈ ദുഷിച്ച സ്വഭാവങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി ഇതാക്കണോ. ഇതിന് അവസാനിപ്പിക്കല്ലേ അവിടെ മൗത്തിൻ്റെ നേരത്ത് മാത്രം. അല്ലാണ്ട് ഓരോ ദിവസം അവസാനിപ്പിച്ച് എല്ലാം ക്ലിയറായി നോക്കാമെന്ന് കഴിയില്ല. ഒന്ന് ലഹള കഴിയുമ്പോഴേക്ക് പോയതെല്ലാം തിരിച്ചു വിടും. എന്നിട്ട് ചോദിക്കുന്നു, ഇത്തരം വിഷയത്തിലുള്ള റഗബത്തായിരിക്കും ഉണ്ടാകുക, ഇതിലൊന്ന് പങ്കെടുക്കണം. എല്ലാവർക്കും തെരീക്കത്ത് വാങ്ങണം, തെരീക്കത്ത് കൊണ്ട് തെരീക്കത്തുണ്ടോ, തെരീക്കത്ത് നിന്നിട്ട് നടക്കുന്നു. ഒരു ബേഗ് കൊടുത്ത് നടക്കും തെരീക്കത്ത് പിരിവെടുക്കാൻ. പക്ഷേ ഇത് കൈപ്പേറിയ സാധനമെന്ന് അത് മനസ്സിലാക്കുന്നില്ല. ആദ്യം നോക്കുന്നത് എന്താണ്, അതിന് മജ്ലിസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വയ്യ നല്ല മന്തിയും ബിരിയാണിയും കിട്ടുമെന്ന് അതാ ആദ്യം കാണുന്നുള്ളൂ. പിന്നെ ഫായിദ എവിടെ കിടന്നു സംഗതി മനസ്സിലായാ? അതാണ് ഇപ്പം കയ്പേറിയ മരുന്നിന് പഥ്യം പറഞ്ഞാൽ ആർക്കും വൈദ്യശാലയിൽ ആൾ കയറില്ല. പണ്ടത്തെ മരുന്നിന് നിങ്ങൾ പഥ്യമൊന്നും വേണ്ട, ഇഷ്ടമുള്ള തിന്നാം, എന്തും തിന്നാം, എങ്ങനെയാക്കാം, നിങ്ങൾ മരുന്നും കുടിച്ച് തീർത്തെന്നാൽ മതി, രോഗം മാറൂല. ഇപ്പം സുദർശനം കഴിഞ്ഞ പാട് എത്ര കയ്പാന്ന് നോക്കിയാട്ടെ. ഇപ്പം എന്താക്കി, മധുരത്തിൻ്റെ കാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിറച്ചിട്ട് മധുരക്കുന്ന മുട്ടായി ആയില്ലേ. ഇത് നമ്മൾ നോക്കിയിട്ടില്ലേ? അതല്ല കാല അനസുൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ആലും, ഇത് എപ്പോഴത്തെ കാലത്ത് സർഹാന്തിലല്ലോ. കാല അനസുൻ റളിയല്ലാഹു അൻഹു മാ അഅലമു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റഗീഫൻ മുറഖഖൻ ഹത്താ ലഹിഖ ബില്ലാഹ്. 10 കൊല്ലം ഖിദ്മത്തെടുത്ത സഹാബിയാണ് ആര്? അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല പദമുള്ള റഗീഫ് കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നില്ല. എത്ര വരെ വഫാത്താകുന്നത് വരെ. വലാ റഅ ഷാത്തൻ സമീതൻ ബിഐനിഹി ഖത്തു, നല്ല പൊടിങ്ങി പാകപ്പെടുത്തിയിട്ട് അതിൻ്റെ രോമെല്ലാം കളഞ്ഞ് ക്ലിയറാക്കിയിട്ട് ആക്കിയ ഒരാട്ടിനെ നമ്മൾ ഇവിടെല്ലാം കൊണ്ട് ഹാജരാക്കുന്നില്ല. ഇങ്ങനത്തെ തങ്ങൾ കണ്ടിട്ടേ ഇല്ല. കണ്ടതിന് ശേഷമല്ലേ തിന്നലി. വാൻ സഹലിബിന് സഅദിൻ റളിയല്ലാഹു അൻഹു ഖാല മാ റഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഖിയ്യ, പാറ്റിപ്പറക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് തെള്ളിയിട്ടെടുക്കുന്ന പൊടിയുണ്ടല്ലോ, തങ്ങൾ കണ്ടിട്ടില്ല. മിൻ ഹീന ബിതഅസഹുല്ലാഹു തആല ഹത്താ ഖമലഹുല്ലാഹു തആല, തങ്ങളെ റസൂലാക്കി നിയമിച്ചത് മുതൽ വഫാത്താകുന്നത് വരെയും. അതിന് മുമ്പൊട്ടുമില്ലല്ലോ. അതിന് മുമ്പെന്താണ്ടതിന് സംസം വെള്ളം കുടിച്ച് കഴിച്ചുകൂട്ടലല്ലേ. അബൂ താലിബിന് കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താ പറയും, രാവിലെ പോയിട്ട് ഇറുബമാകത ഫഖതദാ ബിമായി സംസം,
രാവിലെ പോയിട്ട് സംസം നല്ലോണം കുടിക്കും, എനിക്കൊന്ന് ഭക്ഷണമൊന്നും വേണ്ട. അതാ മാറാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖലൻ മിൻ ഹീന ബതഅസഹുല്ലാഹു തആല ഹത്താ ഖബലഹുല്ലാഹു തആല. തങ്ങളെ റസൂലാക്കി അയച്ചത് മുതൽ അരിപ്പ തെള്ളുന്ന ഇതുണ്ടല്ലോ, അത് തങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഖീല കൈഫ കുന്തും തഅകുലൂന ശഈറ ഗൈറ മൻഖൂർ. അപ്പം തള്ളാതെ കണ്ട് ഈ ഷഈർ എങ്ങനെ തിന്നാം? അതിന് ഉമ്മിയല്ലുണ്ടാവില്ലേ? ഷഈറിന് തൊലിക്കോതുമ്പോന്നല്ലേ പറയലെന്നെ. കാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നത്ഹനുഹു, നമ്മളെന്താക്കും അത് പൊടിക്കും, വനംഫഖുഹു, അതിങ്ങനെ ഒരു ഊത്തം കൊടുക്കും. എന്നിട്ടോ ഫയതീറു മാതാറ, പാറണ്ടെല്ലാം പറിച്ചു പോയി, അതിൻ്റെ അപ്പുറം തള്ളലൊന്നുമില്ല. വമാ ബഖിയ സർറൈനാഹു ഫഅകൽനാഹു, ബാക്കിയുള്ള എന്താക്കും കുഴച്ചിട്ട് ഞങ്ങൾ ഭക്ഷിക്കും. ഇതാ തങ്ങളെ ഭക്ഷണം. പിന്നെ വലഖദ സദഖൽ മുസന്നിഫ് ഫീ ദാലിക ഫദ്ദുന്യാ സഫാഉഹാ ഖദറുൻ വഅഹ്ലുഹാ മിൻഹാ അലാ ഹദർ. മുസന്നിഫാരാണ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു. മൂപ്പർ പറഞ്ഞത് എത്ര നേര്, എന്താണ്? ദുന്യാവ് എന്നുള്ളത് തെളിഞ്ഞ് വന്നാൽ തന്നെ കലർപ്പുള്ളതാണ് എന്നാണ് പറഞ്ഞത്. തെളിഞ്ഞാൽ തന്നെയും അത് കലർപ്പാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അഹലുകാർ എപ്പോഴെന്താക്കണം, വളരെ സൂക്ഷ്മതയിൽ ഇതെവിടെയാന്ന് പെട്ടുപോകുക എന്നറിയുന്നില്ല. എന്താ കമാകാല ഷാഇറു നസ്അലുല്ലാഹി ലിത്തിആല വൽ ഇന്തിഫാ. ഒരു ഷായിർ പറഞ്ഞ്, ഹിയ ദുന്യാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി ഹദാരി മിൻ ബത്ശി വഫത്കീൻ. എന്താ ദുന്യാവ് എന്താക്കുന്നു പറയുന്നുണ്ട്, തഖൂലു ബിമിൽഇ ഫീഹാ, ഫീന്ന് തന്നെ വായ തൊള്ള നിറയെ പറയുന്നുണ്ട്. ഇത് ദുന്യാവ് ഹദാരി ഹദാരി, ദാ സൂക്ഷിക്കണം സൂക്ഷിക്കണം. എന്തിനെ തൊട്ട്? മിൻ ബത്ശി വഫത്കി, നിന്നെന്താക്കും, ഞാൻ പിടികൂടും, നിന്നെ കൊന്നുകളയും എന്ന് ദുന്യാവ് എന്താ വ്യക്തമായ ഭാഷയിൽ തുറന്നു പറയുന്നു. ഫലാ യഗ്റുർകുമു മിൻ ഇബ്തിസാമു ഫഖൂലി മുൽഹിക്കും വൽ ഫീലു മുബ്കീൻ. അതുകൊണ്ട് ഫഖൗലി അതാ ഫലാ യഗ്റുർക മിൻ ഉറുക്കും, നിങ്ങളെ വഞ്ചിതനാക്കരുത്. എൻ്റെ ഒരു പുഞ്ചിരി കണ്ടിട്ട് നിങ്ങളെന്താക്കാൻ പാടില്ല, വഞ്ചിതനാവണ്ട. വാലേക്കും അതാ ഫഖൂലി ഫഖൗലി മുൽഹിക്കുൻ, എൻ്റെ കൗലെന്താക്കും ചിരിപ്പിച്ചെന്ന് വരാം, പക്ഷെ വൽഫീൽ മുബിക്കി, പ്രവർത്തനം കരയിപ്പിക്കുന്നതായിരിക്കും. പിന്നെ അറിയത് അത് അതിനെപ്പറ്റിയാണ് ഇത് മുറാദുൽ മുസന്നിഫ. അത് അതിനെ പറ്റിയാണ് പറഞ്ഞ എല്ലാം ഒന്നാം നമ്പറാണ് കൊടുത്തിട്ടുണ്ട്. മുറാദുൽ മുസന്നിഫ് കൊടുത്തത് അവിടെ മത്തിനി. അതെ 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 അത് അല്ലാഹു തആല നിനക്ക് തുറന്നു തരുമ്പോൾ ഈ ആധുനികമായ പല ഇൽമില്ലേ, ഇത് എത്ര 1000 കൊല്ലം മുമ്പ് ഇപ്പം അറിയുന്നു. അന്നത്തെ ആധുനികം എന്തായിരിക്കും? അത് ഇക്കാലത്തേക്ക് ചേർത്താലോ 1000 കൊല്ലത്തിന് 25 കൊല്ലത്തെ പ്രോഗ്രസ് അല്ല ഈ നാട്യമം കാണുന്ന. എൻഡോറും ഇത് മരുഭൂമിയാണെന്നല്ല, ഒന്നുമില്ലല്ല. അപ്പോൾ 25 കൊല്ലത്തെ കാൽനൂറ്റാണ്ടിൻ്റെ പുരോഗതി ഇതാണെങ്കിൽ ഇനി തളിപ്പറം പുരോഗതിയോ മോട്ടോർ വാഹനം ഓടിയൊന്നും താറട്ട റോഡ് കാണുന്ന എൻ്റെ ഓർമ്മയിലാണ് 64. ഇപ്പം അതിൻ്റെ പുരോഗതി നോക്കിയട്ടെ, 1000 കൊല്ലം മുമ്പുള്ള അവസ്ഥ എന്താണ്? അപ്പോൾ ഇമാമ് പറയുന്നത് അതൊന്നും പഠിക്കണ്ട എന്നല്ല, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് സമയം കൊല്ലണ്ടെന്നേ പറയുന്നുള്ളൂ എന്നാണ് അടുത്ത് ഷാരിഹ് പറയുന്നത്. അതിനെ വിമർശിക്കലല്ല, പക്ഷേ അത്യാവശ്യമുള്ളത് ഒഴിവാക്കിയിട്ട് അതാ മുറാദുൽ മുസന്നിഫി ഹുവ ദമ്മുൽ ഉലൂമിൽ മുഹദ്ദസത്തി ലത്തി ലം തകും ഫി സമനി സ്വഹാബത്തി വത്താബിഈൻ. അതാ സഹാബത്തിൻ്റെയോ താബിഈങ്ങളുടെയോ കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത ഉലൂമിനെ എന്താക്കുന്നു മൂപ്പർ പറഞ്ഞതേ ഉള്ളൂ. ലാ ദമ്മു കുല്ലിൽ മുഹദ്ദസാത്ത്, ഉള്ളതെല്ലാം വിമർശിക്കലല്ല. അടുത്ത കാറിൽ യാത്ര ചെയ്തുകൂടാന്ന് അന്ന് ഒട്ടകപ്പുറത്തും ഇതാക്കുന്നു. പഴയ കാലത്ത് നടക്കുമ്പോൾ ചൂട്ട കത്തിച്ചിട്ട് ഓലക്കൊടി ചൂട്ട കത്തിച്ചിട്ട് നടക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിന് ടോർച്ചും മറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അത് പിടിച്ചുകൂടാന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം. അതൊന്നും ആരും എതിർത്തിട്ടില്ല. എന്തുകൊണ്ടല്ല? യന്നഹ തജ്രീഫി അൽ ഹക്കാമുൽ ഖംസ, ഫിഖഹിൻ്റെ ഹുക്കുമത്തെറിയാന്ന്. ഒന്ന് ജവാസ്, ഒന്ന് വാജിബ്, മറ്റൊന്ന് ഹറാമ്, കറാഹത്ത്, ഇതല്ലേ. ഇതെല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. എന്തും എടുത്തു നോക്കിയാൽ മുക്കല്ലഫിൻ്റെ ഫെയിലിൽപ്പെട്ടതാണോ എന്നാൽ 5 ഒരു ഹുക്കും അതിലുണ്ടാവും.
അതാ ചുരുക്കത്തിൽ മഖസൂദുൽ മുസന്നിഫിൽ ആലം, നമ്മുടെ മഹാനായ മുസന്നിഫിൻ്റെ ലക്ഷ്യം റഫ്ഉൽ ഹിമ്മത്തി ഇലാ സുലൂകി മആരിജിൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ വലിയ പടിയുണ്ട്, ഉന്നതമായ പടി. അവിടത്തേക്ക് കയറിയെത്താൻ വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ഹിമ്മത്തിന് പ്രചോദനം നൽകലാണ് ഇതെല്ലാം. അതിലേക്ക് ചേർത്തിട്ട് താണതെല്ലാം ഇങ്ങോട്ട് ഒഴിവാക്കിയെന്നർത്ഥം. അല്ലാണ്ട് ഇക്കാലത്തല്ലേ ഇലക്ട്രിക് ലൈറ്റ് നിന്നുകൂടാ. പണ്ടേ മണ്ണെണ്ണ വിളക്ക് കത്തിക്കൽ, ഇപ്പം എന്താന്ന് നിൽക്കുമ്പോൾ കത്തുന്നതെല്ലാം തുടങ്ങിയത്. പഴയ കാലത്ത് പള്ളിയിൽ ഇലക്ട്രിക് വെക്കാൻ വിടലില്ല. പഴയ കാലത്ത് നമ്മൾ മണ്ണെണ്ണ വിളക്കിലാണ് കഴിച്ചു കൂട്ടീന്. അപ്പം ഇപ്പോൾ മണ്ണെണ്ണ വിളക്ക് കത്തിക്കണം. എനിക്ക് കിട്ടില്ല. അത് ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹു യുബിഗുൽ ബലീഗ മിനർ റിജാലി അല്ലദീ യതഖല്ലലു ബിലിസാനിഹി കമാ തഖല്ലലുൽ ബഖറത്തു ബിലിസാനിഹാ. അത് മസാബിഹ് ഹദീസല്ലേ. ഇത് വല്ലാത്ത വാക്ചാതുര്യം. ഈ പശുക്കളെ തിന്നതിന് ശേഷം ഇങ്ങനെ വായു ഉണ്ടാക്കുന്നില്ലേ, ഇതേമാതിരി ലഫ്ദിലുള്ള, അതായത് പ്രസംഗം ആകെ അടിച്ചു നോക്കിയാൽ ഒന്നും എടുക്കാനുണ്ടാവില്ല. വാചക കസർത്ത് എന്ന് പറയുന്നില്ലേ, അത് അല്ലാഹു തആലക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്.